ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടി20 പരമ്പരയിലെ രണ്ടാം മത്സരം ദക്ഷിണാഫ്രിക്ക സ്വന്തമാക്കിയതോടുകൂടി പരമ്പര ഒന്നുകൂടി ആവേശത്തിലായിരിക്കുകയാണ്. 4 മത്സരങ്ങളടങ്ങുന്ന ടി20 പരമ്പര സ്വന്തമാക്കാനായി മൂന്നാം ടി20യിൽ 2 ടീമുകൾക്കും വിജയം നിർണായകമാണ്. ആദ്യ മത്സരത്തിൽ ടീം ഇന്ത്യ 61 റൺസിന് വിജയിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ 3 വിക്കറ്റിന്റെ ജയത്തോടുകൂടി ദക്ഷിണാഫ്രിക്കയും പരമ്പരയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. മൂന്നാം ടി20 നാളെ എത്തുമ്പോൾ ഇന്ത്യൻ ടീം കരുത്ത് ശക്തമാണെങ്കിലും മികച്ച ഫോമിൽ കളിക്കാൻ സ്ഥിരതയോടെ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സൂര്യകുമാർ യാദവിനെ കുഴയ്ക്കുന്ന ഒരു കാര്യം. രണ്ടാം ടി20യിലെ തോൽവി ഇന്ത്യയുടെ ദൗർബല്യം തുറന്നുകാട്ടുകയാണ്. അതുകൊണ്ട് തന്നെ മൂന്നാം ടി20യിലേക്ക് ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ മാറ്റം വരുമെന്നുള്ള കാര്യവും ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ആദ്യ 2 മത്സരങ്ങളിലും ഒരേ പ്ലേയിങ് ഇലവനോട് കൂടിയാണ് ടീം ഇന്ത്യ കളിച്ചത്. എന്നാൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2 മാറ്റങ്ങളാണ് മൂന്നാം ടി20ക്ക് മുന്നേ ഇന്ത്യൻ ടീമിന്റെ ഭാഗത്തു നിന്നും പറയുന്നത്. ഓപ്പണിംഗ് കോമ്പിനേഷനിൽ മാറ്റമുണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതിനെ കേന്ദ്രീകരിച്ച് ആദ്യം എത്തുന്നത്. യുവ ഓപ്പണറായ അഭിഷേക് ശർമ്മ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം നിരാശപ്പെടുത്തിയത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പകരം മറ്റൊരു താരത്തെ കളിപ്പിക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യൻ ടീമിനെ നയിച്ചേക്കും. അഭിഷേകിന് പകരം ജിതേഷ് ശർമ്മയായിരിക്കും ടീം ഇന്ത്യ മൂന്നാം ടി20യിലേക്ക് പരിഗണിക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് എത്തുന്നത്. നേരത്തെ ആഭ്യന്തര ടൂർണമെന്റുകളിൽ ഓപ്പണർ റോളിൽ കളിച്ച് പരിചയമുള്ള ജിതേഷ് ശർമ്മയ്ക്ക് സഞ്ജുവിനൊപ്പം ഓപ്പണിംഗ് ചെയ്യാനായി സാധിക്കുമെന്നും ടീം മാനേജ്മെന്റ് കരുതുന്നു. ബൗളർമാരെ കടന്നാക്രമിച്ച് കളിക്കുന്ന ശൈലി തന്നെയാണ് ജിതേഷ് ശർമ്മയുടേതും. മുൻപ് ലഭിച്ച അവസരങ്ങളിലും പവർ പ്ലേ ഓവറുകൾ മുതലാക്കാനായി ജിതേഷിന് സാധിച്ച സാഹചര്യത്തിൽ അഭിഷേക് ശർമ്മയ്ക്ക് പകരം ജിതേഷ് ശർമ്മ ടീമിലേക്ക് എത്താനുള്ള സാധ്യതകളാണ് കാണുന്നത്. പ്ലേയിങ് ലെവലിലെ മറ്റൊരു മാറ്റമായി ചൂണ്ടിക്കാണിക്കുന്നത് ആവേശ് ഖാന് പകരം പുതിയൊരു പേസറെ ടീം ഇന്ത്യ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവസാന ടി20യിൽ ഡെത്ത് ഓവറിൽ ബോളിംഗ് മറന്ന ആവേശ് ഖാൻ സൗത്ത് ആഫ്രിക്കയെ പ്രതിരോധത്തിലാക്കേണ്ട സമയത്ത് ബോൾ തെറ്റി റൺസ് വഴങ്ങുന്നൊരു കാഴ്ച കണ്ടിരുന്നു. ആദ്യ ടി20യിലും നല്ല റൺസ് വഴങ്ങിയ സാഹചര്യത്തിൽ ആവേശ് ഖാന് പകരം പുതിയൊരു പേസറെ ടീം ഇന്ത്യ പരിഗണിച്ചേക്കും. നിലവിൽ യാഷ് ദയാലും വിജയകുമാർ വൈശാഖുമാണ് ടീമിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് 2 പേസർമാർ. ഇതിൽ IPLൽ ഉൾപ്പെടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച യഷ് ദയാലിന് തന്നെ ആവേശ് ഖാന് പകരം അവസരം നൽകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഈ 2 മാറ്റത്തോടുകൂടി ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനെ പരിഗണിക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ, ജിതേഷ് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, റിങ്കു സിംഗ്, ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി, അർഷ്ദീപ് സിംഗ്, യഷ് ദയാൽ അല്ലെങ്കിൽ വിജയകുമാർ വൈശാഖ്, രവി ബിഷ്ണോയ് എന്നിവരായിരിക്കും പ്ലേയിങ് ഇലവനിൽ ഉണ്ടാവുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക.